ഹലോ, ഇന്ന് നമ്മുടെ ഡേ 9 ആണ്. എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല 9 ദിവസമായെന്ന്. കാരണം എനിക്ക് ഓരോ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഇതിനു വേണ്ടി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യണം. കാരണം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കണം. നമുക്ക് പെട്ടെന്ന് അങ്ങ് വിശന്നിരിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ ഇത്രയും ചെയ്തു, നിങ്ങളെ എന്തൊക്കെ വരെ ചെയ്തു എന്നുള്ളത് പറയണം. അപ്പം നമ്മൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ്. കാരണം എന്നോട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പലരും ചോദിച്ചിരുന്നു ഞാൻ എന്തേരം വെള്ളം കുടിക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ 2 ടു 4 ലിറ്റർ വരെ വെള്ളം കുടിക്കും. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലഞ്ചാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും എന്തും കഴിക്കുന്നതിന് മുന്നും കഴിക്കുന്നതിന് ഇടയിലും കഴിച്ച് കഴിഞ്ഞും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ നമ്മളൊരു 8:30ക്കാണ് ലഞ്ച് കഴിക്കുന്നതെങ്കിൽ ഒരു 8 മണി തൊട്ട് ഒരു 2 ഗ്ലാസ് അല്ല 1 ഗ്ലാസ് നമ്മളെക്കൊണ്ട് പറ്റുന്നത് എത്രയാണോ അത്രയും. ഓവറായിട്ട് കുടിക്കാൻ ഞാൻ പറയുന്നില്ല. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അതായത് നമുക്ക് ഓൾറെഡി ഒന്ന് സ്റ്റൊമക്ക് ഒരു പ്രതീതി വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓവറായിട്ട് കഴിക്കത്തില്ല. നമുക്ക് ഓവറായിട്ട് കഴിക്കാൻ തോന്നുമല്ല. ഞാൻ എടുത്ത ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. ഉച്ചയ്ക്കും ഞാൻ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. വൈകിട്ടും ഞാനിങ്ങനെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാൻ നമ്മളൊരു കാൽക്കുലേഷൻ നടത്തുക. 1 ഗ്ലാസ്സാണോ 2 ഗ്ലാസ്സാണോ? ഞാൻ ഓൾറെഡി ഒരു ആപ്പ് പരിചയപ്പെടുത്തി തന്നു, ഹെൽത്തി ഫൈൻഡ് മീ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ 1 ഗ്ലാസ് കുടിക്കുമ്പോൾ 1 ഗ്ലാസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ഗ്ലാസ് ആകുമ്പം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു നമ്മുടെ ഈ ടൈമിംഗ് ഉള്ള കുപ്പി. അതുണ്ടെങ്കിൽ അത് മതി. അത് 2 ലിറ്റർ 1 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. ഇത് പോസിബിൾ അല്ലാത്തവരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കുടിക്കുക. നമുക്കൊന്നും അറിയാൻ പറ്റില്ല നമ്മൾ എത്ര വെള്ളം കുടിച്ചു എന്നുള്ളത്. ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ല. നമുക്ക് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് സ്കിന്നിനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ദഹന പ്രക്രിയയിൽ പല കാര്യങ്ങൾക്കും വെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്താനും നമുക്ക് നല്ലൊരു ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും വെള്ളം കുടിക്കുന്നത് സഹായിക്കും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഡിന്നറിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചു. ഞാൻ ഡിന്നർ കഴിക്കാറില്ലേ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. വിശന്ന് നമ്മൾ കിടക്കരുത്. കാരണം നമുക്ക് വിശന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങിയാൽ ഒരു മിഡ് നൈറ്റിൽ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ആവി വേവിച്ചതോ അല്ലെങ്കിൽ ഞാൻ ഡയറ്റാണെന്ന് ഓർത്ത് ഇന്നത് കഴിക്കാതിരിക്കും, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ വാരി വലിച്ച് കഴിക്കും. അത് നമ്മൾ ഫുള്ളായിട്ട് കഴിക്കും. അത് തീരുന്നതിനായിരിക്കും നമുക്ക് കണക്ക്. അപ്പം നമുക്ക് വിശന്നിരിക്കാണ്ട് നമ്മൾ വിശക്കുവാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവരും കഴിക്കുക. ഞാൻ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ ചെയ്യരുത്. എനിക്ക് വിശക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം 7 മണിക്കുള്ളിൽ കഴിക്കും. മിനിമം ഞാനൊരു 6 മണിക്ക് കഴിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ മാക്സിമം ഞാൻ 6 മണിക്കുള്ളിൽ കഴിക്കും. അപ്പം 6 മണി തൊട്ട് നമ്മൾ പിറ്റേന്ന് 8 മണിക്കോ അല്ലെങ്കിൽ 9 മണിക്കോ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഫാസ്റ്റിംഗ് ടൈമുണ്ട്. അപ്പോൾ നമുക്കതൊരു നല്ലതാണ് നമ്മുടെ വെയിറ്റ് ലോസിനും. അതുപോലെ തന്നെ നമ്മൾ ഈസി ആയിട്ടൊരു ഡയറ്റ് എടുക്കാനുള്ളൊരു കാര്യമാണിത്. കാരണം ഒരു 6 മണിക്കോ 7 മണിക്കോ കഴിക്കുന്നെങ്കിൽ പിറ്റേന്ന് പിന്നെ 9 മണിക്കായിരിക്കും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. ഒരു 7 മണി കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വേറെ ആയിരിക്കും. പക്ഷേ 7 മണിക്ക് മുന്നേ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കഴിക്കുക. പിന്നെ വൈകിട്ട് അരിയാഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അതായത് ചോറ് അല്ലെങ്കിൽ അരി അരച്ചുണ്ടാക്കിയേക്കുന്ന പലഹാരങ്ങളുണ്ടല്ലോ, ഇഡ്ഡലി ദോശ അങ്ങനത്തെയൊക്കെ, അതൊക്കെ ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കൂടുതലും ഓട്സോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ സാധനങ്ങളോ അല്ലെങ്കിൽ മ്യൂസ്ലിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും. അല്ലെങ്കിൽ വല്ല സ്മൂത്തീസ് ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്ക് ഡേ 10 നാളെ കാണാം. ബൈ.